തോറ്റവൻ്റെ പോരാട്ടം എന്ന ഒരു കഥ നമ്മൾ 2 എപ്പിസോഡ് ചെയ്തു. ഇത് 3-ാം എപ്പിസോഡിലേക്കാണ്. ശരിക്കും ഇന്നലെ ആ കഥ കയറേണ്ടതാണ്. പക്ഷേ ഇന്നലെ മറ്റ് വിഷയങ്ങളുടെ ആധിക്യം കൊണ്ട് അത് കയറാൻ കഴിഞ്ഞില്ല. എന്നാലും അത് തുടർച്ചയായി വരും. 65 മുതൽ 2025 വരെയുള്ള കഥകളാണ് അതിൽ പറഞ്ഞു വരുന്നത്. അതിൽ ഒരു വീട്ടിലെ ഒരു കുട്ടിയുടെ കഥ, ഒരു 10 അംഗങ്ങളുള്ളൊരു വീട്ടിലെ 9ാമത്തെ കുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കുട്ടിയാണ് ഇപ്പോൾ വലിയ ആളായാലും ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കഥ നീങ്ങുന്നത്. കുട്ടി ജനിച്ച ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി പിന്നെ സൂചിപ്പിക്കാനുള്ള രാഷ്ട്രീയ കാര്യങ്ങളാണ്. ആ ഗ്രാമത്തിൽ വലിയ തോതിലാണ് സാമൂഹ്യ സംഘടനകളുണ്ടായിരുന്നത്, രാഷ്ട്രീയ സംഘടനകളുണ്ടായിരുന്നത്, സാംസ്കാരിക സംഘടനകളുണ്ടായിരുന്നു. മാത്രമല്ല ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കമുള്ള ധാരാളം സംഘടനകളുണ്ടായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം, പൂക്കാസാസ, യുക്തിവാദി സംഘം, മിശ്ര വിഭാഗ സംഘം, അതുപോലെ തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പിന്നെ അതുപോലെ തന്നെ ദൃശ്യ എന്ന് പറയുന്ന സംവിധാനം, നെഹ്റു യൂത്ത് സെൻറ്റർ, അങ്ങനെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സഹപ്രവർത്തകരുടെയും സഹയാത്രികരുടെയും വലിയ സംഘടനകൾ. സംസ്ഥാനത്ത് ഏത് സംഘടന ഉണ്ടെങ്കിലും ആ സംഘടനകളുടെയൊക്കെ ഒരു ചെറിയ രൂപം താഴെത്തട്ടിൽ കാണാമായിരുന്നു. അതുപോലെ തന്നെ വളരെ വലിയ തോതിൽ കൊക്കോ കളിക്കുന്ന ടീമുണ്ടായിരുന്നു. ക്രിക്കറ്റ് കിളിത്തട്ട് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ മനോഹരമായ കളിയാണ്. ഇന്നത്തെ കുട്ടികൾക്ക് ഈ കിളിത്തട്ട് കളി അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. അത് ഒരു കളം വരച്ച് അതിനകത്ത് വലിയ കോളം, മൈതാനം പോലുള്ള സ്ഥലത്ത് വലിയ കോളങ്ങൾ നിർമ്മിച്ച് അതിനകത്ത് നിന്ന് പരസ്പരം 2 ടീമായിട്ട് മാറി ഒരു ടീമിലെ ആളുകളെ മറ്റേ ടീമിലെ ആളുകൾ ഒരാളിനെ വീതം കൈകാര്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ ഓപ്പോസിറ്റ് നിന്ന് കളിച്ച് മറ്റേ ആളിനെ വെട്ടിച്ചുകൊണ്ട് അടുത്ത കുളത്തിലേക്ക് ചാടി അങ്ങനെ അവസാനം പോകുന്ന. അതിൻ്റെ ഇടയിൽ കിളിയും ഉണ്ടായിരിക്കും, ഇതിൻ്റെ സൈഡ് വഴി ഓടുന്ന ഒരു കിളിയും ഉണ്ടായി. അപ്പോൾ അതിന് കിളിത്തട്ട് കളി എന്നാണ് പറയുന്നത്. വളരെ മനോഹരമായ ഒരു കളിയാണ്. അതുപോലെ കാൽപന്ത് കളി, ഫുട്ബോൾ അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ കാൽപന്ത് കളിയുണ്ട്. പിന്നെ അതുപോലെ ഇത്രയല്ല, അവിടെ മുക്കിന് എടുത്തു കഴിഞ്ഞാൽ, ഏത് പ്രദേശം എടുത്തു കഴിഞ്ഞാലും വലിയൊരു വായനശാല ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വലുതല്ല, ചിലപ്പോൾ ചെറുതായിരിക്കും, വായനശാല ഉണ്ടായിരിക്കും, ലൈബ്രറികൾ ഉണ്ടായിരിക്കും, മുക്കിന് സാംസ്കാരിക സംഘടനകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ സാംസ്കാരിക സംഘടനകളും ഒക്കെ ഉള്ളത് കൊണ്ടുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ ആ 9ാമത്തെ കുട്ടി, അല്ലെങ്കിൽ നമുക്ക് അതിന് ആ കുട്ടിയുടെ ആ നാട്ടിലും തൊട്ടടുത്തും വായനശാലയുണ്ടായിരുന്നു, ഗ്രന്ഥശാലയുണ്ടായിരുന്നു. അവിടെ പോവുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇന്നിപ്പോൾ കുട്ടികളോട് മദ്യപാനം തെറ്റാണ്, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന തെറ്റാണ്, ലഹരി പദാർത്ഥം വലിക്കുന്ന തെറ്റാണെന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റാണോ എന്ന് ചോദിക്കുക. അതൊക്കെ എന്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ പർദീസയിൽ വരുന്നതാണ്. അതുപോലെ സ്ത്രീ പുരുഷ ബന്ധത്തിലും ആൺകുട്ടികളും പെൺകുട്ടികളുടെ ഇടപെടലൊക്കെ ഒരുപാട് കാലം മാറി. അന്നൊരു രസകരമായ കാര്യമുണ്ട്. ഒരു കലാസമിതിയുടെ വായനശാലയുടെ ഗ്രന്ഥശാലയുടെ നാടകം വന്നു. ആ നാടകത്തിൽ ശരിക്ക് സ്ത്രീകളായി അഭിനയിക്കാൻ, പെൺകുട്ടികളായി വേഷമിടാൻ ആരും തയ്യാറായിട്ടില്ല. കാരണം ഇന്നിപ്പം നിങ്ങൾ നോക്കൂ, സീരിയലുകളും സിനിമകളിലുമൊക്കെ സ്ത്രീകളെ കിട്ടുന്നു. എത്ര നല്ല വേഷത്തിലും കിട്ടുന്നു, മോശം വേഷത്തിലും കിട്ടുന്നു. സ്ത്രീകളെ വലിയ രൂപത്തിൽ സാമ്പത്തികമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, പണം കൊടുത്തു കഴിഞ്ഞാൽ, ഏത് തരത്തിലുള്ള, നമ്മൾ ചിലപ്പോൾ പറയും മോശമായ രീതിയിലും വൾഗറായിട്ടും അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാൻ അങ്ങനെ അഭിപ്രായക്കാരനല്ല, പക്ഷെ പറയാറുണ്ട്. വൾഗർ രീതിയിലും ശരീരം കാണിച്ചും കാണിക്കാതെയും അല്പവസ്ത്രമായിട്ട് വലിയ രീതിയിലുള്ള ഫാഷൻ പരേഡും ഒക്കെ നടക്കുന്ന കാലമാണ് ഇപ്പോൾ. പക്ഷെ അന്ന് അതില്ല. അപ്പോൾ ഒരു ചെറിയ സംഭവം പറയാം. ഒരു പയ്യനെ ശരിക്ക് ചെറിയ വിക്കുണ്ട് അയാളെയാണ് വേഷം കെട്ടിച്ച് സ്ത്രീകളെപ്പോലെ സാരിയെല്ലാം ഉടുപ്പിച്ച് ബ്ലൗസൊക്കെ ഇടിച്ച് 2 ചിരട്ടയൊക്കെ വെച്ച് ബ്രസ്റ്റിൽ കെട്ടി അങ്ങനെ ഒരു പെൺകുട്ടികളുടെ ആകൃതിയിൽ തന്നെ കൊണ്ടു നിർത്തി. അപ്പോൾ വേറെ പ്രശ്നമുണ്ട്. നാടകത്തിന് ബാക്കിൽ നിന്ന് പ്രോംപ്റ്റ് ചെയ്യും. ഇന്നത്തെ പോലെ വളരെ ആധികാരിക പ്രൊഫഷണലായി പഠിച്ചൊന്നുമല്ല പറയുന്നത്. എന്നാലും അന്ന് പഠിക്കുമ്പോഴും ചെറിയ പ്രോംപ്റ്റ് ഉണ്ട്. ബാക്കിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പ്രോംപ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിൽ നിന്നൊരാൾ ഇത് വായിക്കും. ഇത് വായിച്ച് പ്രോംപ്റ്റ് ചെയ്യുന്ന കേട്ടിട്ടാണ് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ പറയുന്നത്. അത് മൈക്കിലൂടെ അല്ലാന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കിൽ നിൽക്കുന്ന ആൾ ചെറുതായിട്ട് പ്രോംപ്റ്റ് ചെയ്യും. അത് നേരത്തെ പഠിച്ചിരിക്കും. എന്നാലും ഒരു സപ്പോർട്ടിങ് പ്രോംപ്റ്റർ ഉണ്ടായിരിക്കും. അത് കേട്ടുകൊണ്ടായിരിക്കും ഫുൾ സിംഗിൾ നാടകത്തിൽ അഭിനയിക്കുന്ന നടന്മാരും നടികളും ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി പറയേണ്ട ഒരു രംഗമുണ്ട്. ഈ സ്ത്രീ ആയിട്ട് സാരി ഉടുത്ത് നിൽക്കുന്ന പെൺകുട്ടി പറയേണ്ട ഒരു കാര്യമുണ്ട്. ഭർത്താവിനോടാണ് പറയുന്നത്. ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ, ചേട്ടാ, നന്മയും തിന്മയും തമ്മിലുള്ള സംഘട്ടനമാണ് ജീവിതം എന്നിങ്ങനെ പറയേണ്ട ഒരു സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ സംഘട്ടനം എന്ന വാക്കിൽ പറയുമ്പോൾ തന്നെ ഒരു ഗൗരവവും ഒരു സംപ്രീതിയൊക്കെ വരണം. മുഖത്തൊക്കെ ഒരു ഭീതി വരണം, ശരീരമൊക്കെ ഒന്നിങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് വേണം പറയാൻ. അപ്പോൾ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടിയായിട്ട് നിന്ന ആൾ
നന്മയും തിന്മയിട്ടുള്ള സംഘടനം എന്ന് പറയാൻ പറ്റുന്നില്ല, സംഘടനം എന്നായിപ്പോയി. അപ്പോൾ 2 പ്രാവശ്യവും പ്രോംപ്റ്റ് ചെയ്തപ്പോഴും സംഘടനം എന്നായപ്പോൾ ബാക്കിൽ നിന്ന് പ്രോംപ്റ്റർ എന്നായിട്ട് നിന്ന കുട്ടി ബഹളം ഉണ്ടാക്കി. എന്തടാ നിനക്ക് സംഘടനം എന്ന് പറയാൻ അറിഞ്ഞൂടെന്ന് വെച്ചു. അപ്പോൾ ഇയാൾ ഈ കുട്ടികളുടെ നാടകമാണല്ലോ, കുട്ടികൾ കുറച്ച് മുതിർന്ന ഭയങ്കര വലിയ ആളുകളല്ല, ചെറുപ്പക്കാരാണ്. ഇയാൾക്ക് ഈ പെൺകുട്ടിയായി വനിതയായി വേഷം കെട്ടിയ ആളിന് ദേഷ്യം വരികയും അദ്ദേഹം സാരി കയറി പിടിച്ചപ്പോൾ എല്ലാം കൂടി സാരിയും നേരത്തെ കെട്ടിവെച്ച ചിരട്ടയും എല്ലാം കൂടി താഴെ വന്ന് വീണ് കർട്ടനിട്ട് നാടകം കൊളാപ്സായി. അപ്പോൾ ഇത്തരത്തിൽ അന്ന് ഞാൻ പറഞ്ഞത് നാടകം കൊളാപ്സായതോ സാരി കെട്ടിയതോ ചിരട്ട കെട്ടിയതോ ആയ കഥയല്ല. ആ കാലഘട്ടത്തിൽ നിന്ന് 65-70 കാലഘട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ 75 കാലഘട്ടത്തിൽ നിന്ന് 2025 കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു സമൂഹത്തിനുണ്ടാകുന്ന മാറ്റം സൂചിപ്പിക്കാനാണ് ഞാൻ പറയുന്നത്. ഇന്നിപ്പോൾ സ്ത്രീകളെ കൃത്യമായി നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മളല്ല വിലയിരുത്തേണ്ടത്, സമൂഹം വിലയിരുത്തട്ടെ. ആ ജോലി നമുക്കില്ല. നമ്മൾ ചരിത്രപരമായ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അവിടെ നാടകം ഉണ്ട്, ക്ഷേത്രമുണ്ട്. അപ്പോൾ ഈ കുട്ടി ക്ഷേത്ര സമിതിയിൽ, ഈ ചെറുപ്പക്കാരൻ ക്ഷേത്ര സമിതിയുടെ ജോയിൻറ്റ് സെക്രട്ടറി, അന്ന് പക്ഷേ ഇടതുപക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ അപ്പോൾ എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ കമ്മിറ്റിയിൽ പോയെന്ന് ചോദിച്ചാൽ അന്ന് CPMൻ്റെ കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. കടുകട്ടി ഭയങ്കരമായ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ വിപ്ലവം ഇങ്ങനെ തലയ്ക്ക് പിടിച്ച് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്, മിതവാദികളുണ്ട്, ജനാധിപത്യം എല്ലാവരും കൂടി ചേരുന്നതാണ് പാർട്ടി. അതിൽ വളരെ കടുകട്ടി വിപ്ലവം ദൈവം ഇല്ല എന്നൊക്കെ വിശ്വസിക്കുന്ന യുക്തിവാദമൊക്കെ പറയുന്ന ആളുകളുമുണ്ട് CPMൽ. അപ്പോൾ അവർ വേണ്ട, അല്ലാതെ കുറച്ച് മിതവാദവും ജനാധിപത്യവാദവും ഒക്കെ പറയുന്ന ആളുകൾ അമ്പല കമ്മിറ്റികളിൽ കയറി പറ്റണം എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ അവിടെ സംഘപരിവാറും RSSും ഒക്കെ അവിടെ ആ അമ്പലങ്ങളിൽ ചില കളരികളും പരിപാടികളും അവരുടെ ശാഖയൊക്കെ നടത്തും, ആയുധ പരിശീലനമൊക്കെ നടത്തും. മാത്രമല്ല ആ ശിവക്ഷേത്രത്തിൽ ചില പരിശീലനങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ അമ്പലം പിടിച്ചെടുക്കണം, അത് പാർട്ടിയുടെ നേതൃത്വത്തിലായിരിക്കണം. പിന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം CPM CPI പാർട്ടികളെന്ന് പറഞ്ഞാൽ പ്രാദേശികമായി എല്ലാ സംവിധാനങ്ങളെയും, അത് അവിടുത്തെ അധ്യാപക രക്ഷാർത്ഥ സംഘടനയാകട്ടെ, സ്കൂളിലെ സൊസൈറ്റി ആകട്ടെ, അമ്പല കമ്മിറ്റി ആകട്ടെ, എല്ലാത്തിലും പാർട്ടിയുടെ ഒരു മേൽക്കോയ്മ അല്ലെങ്കിൽ ഒരു ആളുകൾ ഉണ്ടാവണമെന്ന് അത് ഒരു വർഗവിഭജന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ തരത്തിൽ അമ്പല കമ്മിറ്റി പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോഴവിടെ നല്ല രസകരമാണ്, ഇന്നത്തെ പോലെയല്ല. അന്ന് അവിടെ ഉത്സവം നടത്തുന്നതും നല്ല രസകരമാണ്. ചെറിയ അമ്പലമാണ്, ശിവക്ഷേത്രമാണ്. അവിടെ ഉത്സവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 10 ദിവസത്തെ ഉത്സവം നടത്താൻ പൈസ ഇല്ല. ഇന്നിപ്പോൾ ആ ക്ഷേത്രത്തിൽ അന്നദാനവും 10 ദിവസത്തെ ഉത്സവവും കല്യാണാലോചനയും കല്യാണ മിശ്രവിവാഹവും വലിയ പരിപാടികളാണ്. അന്നത് നടത്താൻ കഴിയില്ല. അന്ന് ഈ നാടകങ്ങളും കലാനിലയത്തിൻ്റെയും കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിൻ്റെയും അതുപോലെ തന്നെ പിന്നെ തിരുവനന്തപുരം സൗപർണികയുടെയും സംഘചേതനയുടെയും അങ്ങനെ നാടകങ്ങളാണ് കൂടുതൽ. വൈക്കം മാളവിക എന്നൊക്കെ പറയുന്ന വളരെ പ്രസിദ്ധമായ നാടകങ്ങൾ വയ്ക്കും. സാംബശിവൻ്റെ 20-ാം നൂറ്റാണ്ട് മോധോല്ലോയം പോലുള്ള സാംബശിവൻ്റെ കഥാപ്രസംഗം വയ്ക്കും. ഒരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നമുക്ക് അവതരിപ്പിക്കാം. സാംബശിവനെ സംബന്ധിച്ചിടത്തോളം അന്ന് 2, 3, 4 സ്റ്റേജൊക്കെ ഉണ്ടായിരിക്കും. 2.5-3 മണിക്കൂറാണ്. സന്ധ്യയ്ക്ക് തുടങ്ങി 7 മണിക്ക് തുടങ്ങി 10 മണി വരെ ആയിരിക്കും. പിന്നെ അടുത്ത് അങ്ങനെ 4 സ്റ്റേജൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ശിവരാത്രി ദിവസമൊക്കെ ആണെങ്കിൽ 4ാമത്തെ സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് വെളുപ്പാങ്കാലം 3 മണി 3:30 മണിക്കൊക്കെയാണ് പറയുന്നത്. പക്ഷേ സാംബശിവൻ എന്തെല്ലാം വിപ്ലവം പറയുമെങ്കിലും സാംബശിവനോട് ഉള്ള എല്ലാ ആദരവ് നിലനിർത്തി പറയട്ടെ, എന്തൊക്കെ വിപ്ലവവും ബഹളവും ആളുകളുടെ അടുത്ത് വലിയ വിപ്ലവ കഥകളാണ് പുള്ളി പറയുന്നതെങ്കിലും പൈസ കുറഞ്ഞാൽ അദ്ദേഹം കഥയിൽ പിടിക്കും. അങ്ങനെ അവിടുത്തെ അപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ പോലെയല്ല. അപ്പോൾ ഈ വരുന്ന സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ജോയിൻറ്റ് സെക്രട്ടറിയും എല്ലാം പണം പിരിച്ചിരിക്കും. നാട്ടിലൊക്കെ ഇറങ്ങി എവിടെയോ പ്രദേശത്ത് പോയി ചെറിയ ചെറിയ ചില്ലിക്കാശുകളൊക്കെ 2 രൂപ 5 രൂപയൊക്കെ പിരിച്ചുകൊണ്ട് വന്നോണം ഉത്സവം നടത്താൻ. അങ്ങനെ കൊണ്ടുവന്നത് എണ്ണിപ്പറക്കി. പിന്നെ അമ്പലത്തിൽ അന്ന് ശിവരാത്രി ദിവസം രാത്രി, ഈ 2-3 ദിവസത്തിൽ ശിവരാത്രി ദിവസം രാത്രി വെളുക്കുന്നവരെ ഉള്ളതുകൊണ്ട് അവിടെ ഈ കമ്മിറ്റി ഓഫീസുണ്ട്, അവിടെയും പൈസകൾ വരും. റെസിപ്റ്റ് എഴുതിയത് പലതും അവിടെയാണ് കൊണ്ടുവരുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ പൈസ തികയുന്നില്ല. അപ്പോൾ കയ്യിൽ നിന്നിടാനും പൈസ കാണില്ല. വളരെ സാധാരണക്കാരാണ് കമ്മിറ്റി അംഗങ്ങൾ. അങ്ങനെ ചെന്ന് സാംബശിവനോട് പറയുമ്പോൾ സാംബശിവൻ്റെ സെക്രട്ടറി പറയും, കുഴപ്പമില്ല, നിങ്ങൾ ഉള്ളത് തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും സാംബശിവൻ കൃത്യമായി മൊത്തം കഥ പറയും. അല്ല, അങ്ങനെ വാങ്ങിയാൽ സാംബശിവൻ കഥയിൽ പിടിക്കും. 10 മിനിറ്റ് 20 മിനിറ്റ് അരമണിക്കൂർ വരെ കഥ പിടിച്ച സംഭവങ്ങളുണ്ട്. അത് കഥാപ്രസംഗം മുമ്പ് സാംബശിവൻ്റെ കഥാപ്രസംഗം കേട്ടിട്ടില്ലാത്തവരായതുകൊണ്ട് അവർക്കത് മനസ്സിലാവുകയുമില്ല. അങ്ങനെ അയും പറയുന്ന രീതി. അപ്പോൾ കലാകാരന്മാർ ഒരു വശത്ത് വലിയ വിപ്ലവവും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും സാമ്പത്തിക കാര്യത്തിൽ ചിലപ്പോൾ ശരിയായിരിക്കും. അവരുടെ കലാകാരന്മാർക്ക് പണം കൊടുക്കണമായിരിക്കും, അവരുടെ യാത്രയ്ക്ക് ചിലവുണ്ട്, പിന്നെ അവർക്ക് അധ്വാനത്തിന് പണം കിട്ടണം, ഒക്കെ ശരിയാണ്. പക്ഷേ കോംപ്രമൈസുകൾ ഉണ്ടാകാറില്ല. അത്തരത്തിലുള്ള ഉത്സവ കമ്മിറ്റികൾ വളരെ പ്രധാനമാണ്. ഉത്സവത്തിന് എല്ലാവരും, സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും പോകും. പലരും പരമ്പുമായിട്ടൊക്കെയാണ് പോകുന്നത്. വലിയ പരമ്പൊക്കെ ചുരുട്ടി ചിലർ ചെറിയ എയർ പില്ലോ കൊണ്ടുപോകും. അമ്പലത്തിൽ പോയി 2 വശത്തിരുന്ന് കാണുകയും വളരെ മനോഹരമായ രീതിയിലാണ് ആ കാലഘട്ടം കടന്നുപോയത്. മിക്കവാറും ആളുകളെല്ലാം തോട്ടിലും ആറ്റിലും കുളത്തിലും പോയി കുളിക്കുന്നവരാണ്.
അവിടെ ഒന്നും ഈ പീഡനത്തിൻ്റെയോ മറ്റ് പിന്നെ ഒറ്റപ്പെടുത്തലിൻ്റെയോ കുറ്റപ്പെടുത്തലിൻ്റെയോ കഥകളൊന്നും ഇല്ലാതെ വളരെ മനോഹരമായി പോയ ഗ്രാമങ്ങളായിരുന്നു. അതിലൊരു ഗ്രാമത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കഥയെല്ലാം വികസിക്കുന്നത്.